ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മയോണൈസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് നമുക്കിവിടെ കാണാം. അതിനുവേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പൊട്ടിച്ച് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 2 അല്ലി വെളുത്തുള്ളി ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. നമുക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്താൽ 2-3 ദിവസം വെച്ചാലും കേടുവരികയില്ല. ഇനി അതൊന്ന് 10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത് വീണ്ടും അടിച്ചെടുക്കുക. ഓരോ പ്രാവശ്യം അടിച്ചെടുത്തിട്ട് വീണ്ടും ഓയിൽ ചേർക്കുക. എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുക. നമുക്ക് ആവശ്യമുള്ള കട്ടിയാകുന്നത് വരെയും ഇതേപോലെ അടിച്ചെടുക്കുക. വീണ്ടും അടിച്ചെടുക്കുക. ഇനി കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊന്നും ചേർക്കാൻ പാടില്ല, ഓയിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ ഒരു കട്ടി മതിയാകില്ല, ഞാൻ ഒന്നും കൂടെ ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ് വരുമ്പോൾ നിർത്താവുന്നതാണ്. എനിക്കിത് മതിയാകും. കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഒന്നും കൂടെ ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കുക. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമേ 2-3 ദിവസം ഇരിക്കുകയുള്ളൂ, പുറത്ത് വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്